പതിവ് സമയത്ത് നിർമാല്യത്തിനായി നട തുറന്ന് അച്ഛൻ തിരുമേനി കണ്ണനെ ഉണർത്തുമ്പോൾ കണ്ണന് നല്ല ഉറക്കക്ഷീണം. കണ്ണുകൾ അങ്ങോട്ട് തുറക്കണില്ല. എന്താ ഉണ്ണി, രാത്രിയിൽ ഉറങ്ങിയില്ല എന്ന് തോന്നണു? ഉറക്കപ്പിച്ചയിൽ പാവം പറയാ, ഞാൻ ഉറക്കൊളിച്ചു അച്ഛൻ തിരുമേനി. എന്ത് രസമായിരുന്നു രാത്രിയിൽ. തിരുവാതിരയ്ക്ക് അമ്മമാരുടെയും പെൺകുട്ടികളുടെയും ഒക്കെ കൂടെ സമയം പോയത് ഞാൻ അറിഞ്ഞില്ല. ഓവോ, അപ്പം പിന്നെ ക്ഷീണം ഉണ്ടാവാതെ ഇരിക്കുമോ? വരൂ, ഇന്നലത്തെ അലങ്കാരമൊക്കെ മാറ്റി അഭിഷേകമൊക്കെ കഴിയുമ്പോഴേക്കും ക്ഷീണമൊക്കെ മാറൂട്ടോ. നല്ല അനുസരണമുള്ള കുട്ടിയായി അച്ഛൻ തിരുമേനിയുടെ വാക്കുകളൊക്കെ കേട്ട് അനുസരിച്ച് കണ്ണൻ നിന്നു. ആഘോഷങ്ങൾ എന്നും കണ്ണന് എപ്പോഴും പ്രിയപ്പെട്ടതായിരുന്നു. അതിനി ഏത് ഉത്സവമായാലും. മകീരം തിരുവാതിര നോമ്പെടുക്കുന്ന അമ്മമാരുടെയും ചേച്ചിമാരുടെയും തരുണീമണികളുടെയും കൂട്ടത്തിൽ എട്ടങ്ങാടി പുഴുങ്ങലിൻ്റെയും തിരുവാതിര കളിയുടെയും നടുവിലേക്ക് ഒരു കുറുമ്പോടെ കടന്നു വരുന്ന ഒരു കണ്ണനെ ഒരു നിമിഷം മനസ്സിലൊന്ന് ഓർത്താൽ മാത്രം മതി. പാതിരാ പൂ ചൂടിയും ഊഞ്ഞാലാടിയും കുളത്തിലിറങ്ങി ചിരിച്ചുല്ലസിച്ചും ഒളിഞ്ഞിരുന്ന് എല്ലാം ആസ്വദിച്ച് നടക്കുന്ന ആ കുറുമ്പനെ ഒന്ന് ഓർത്തു നോക്കൂ. സന്തോഷം തന്നെയാണല്ലേ. അത് തന്നെയാണ് ഏറ്റവും വലിയ ആരാധന. ഗോപികമാരുടെ ചേലകെട്ട കണ്ണൻ എന്നൊരു ചെല്ലപ്പേരും ഉണ്ടല്ലോ. എവിടെയായാലും അവിടെയെല്ലാം കണ്ണൻ്റെ ദിവ്യ സാന്നിധ്യം കൊണ്ട് ആ സ്ഥലങ്ങൾ ധന്യമാകുന്നു. ഭക്തിയോടും സ്നേഹത്തോടും കൂടി നടക്കുന്ന ഓരോ ആഘോഷവും അവൻ്റെ പുഞ്ചിരിയിൽ പൂർണ്ണത നേടുന്നു. എല്ലാ ഭക്തർക്കും ശ്രീ പാർവതി ദേവിയുടെയും പരമശിവൻ്റെയും കുഞ്ഞുണ്ണിയുടെയും അനന്തമായ അനുഗ്രഹം എന്നും ഉണ്ടാവട്ടെ. സർവം കൃഷ്ണാർപ്പണമസ്തു.